ഇന്നലെ ഈ ഒരു ലെവൽ ഞാൻ വാട്സപ്പ് ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻ പ്രകാരം കുറച്ച് ആളുകൾ ട്രേഡ് എടുത്തു, ലോസ് വന്നിട്ടുണ്ട്. അത് ബൈ ട്രേഡ് എടുത്തിട്ടാണ് അവർക്ക് ലോസ് വന്നത്. നമുക്ക് ഈ ഒരു ലെവലിൽ എങ്ങനെയാണ് നമ്മുടെ ബൈ ട്രേഡുകൾ പരിഗണിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നിങ്ങൾ നോക്കണം, ഏകദേശം മാർക്കറ്റ് ഈ ഒരു ലെവൽ നിൽക്കുമ്പോഴാണ് ഞാൻ വാട്സപ്പ് ചാനൽ അപ്ഡേറ്റ് ചെയ്ത്. ഫസ്റ്റ് ഞാൻ എന്തുകൊണ്ട് അവിടെ സെല്ല് ചെയ്തു, ബൈയിലേക്ക് പോയില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ബൈ എടുക്കാനായിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സെല്ല് ചെയ്യേണ്ട എന്തൊക്കെ ലോജിക്കാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് മാർക്കറ്റ് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ഒരു പുൾ ബാക്ക് തന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു കണ്ടിന്യൂഷൻ തരുന്നു, ഈ ഒരു മൊമെൻറ്റിന് ഒരു കണ്ടിന്യൂഷൻ തരുന്നു. എന്നാൽ മാർക്കറ്റ് പിന്നീട് ഈ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നേയില്ല. അവിടെ എത്തുമ്പോഴത്തേനും സെല്ലിങ് വരുന്നു, എഗെയിൻ ഈ ഒരു ഹൈയിൽ നിന്ന് സെല്ലിങ് വരുന്നു. ഇല്ലേ, പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇത് കഴിഞ്ഞുകൊണ്ടല്ല പറയുന്നത്, ലൈവ് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ലെവലിന് മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ട്രേഡ് ഈ ഒരു ലെവലിൽ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എസ് എല്ലും വെക്കാം. എന്നാൽ ഈ ഒരു സെല്ലിംഗ് പ്രഷറിനെ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. നിയറസ്റ്റ് ആയിട്ട് എവിടെ നിന്നാണോ സെല്ലിങ് തുടങ്ങിയത് അതിൻ്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങ് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നുണ്ടോ, മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യുന്നു, ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യുന്നു, ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്, സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് ഉണ്ടോ, ബൈയിങ് ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് ഉണ്ടോ, എന്താണോ അവിടെ നടക്കുന്നത് നോക്കിയാൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും മാർക്കറ്റിനെ കൊണ്ടുവരുന്നു. എഗെയിൻ ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ തരാതെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് മാർക്കറ്റ് നമുക്കവിടെ തരുന്നത്. ഒന്നുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം എന്താണ് മാർക്കറ്റ് നമുക്കവിടെ കാണിച്ചു തരുന്നത്. ഇല്ലേ, നോക്കിയേ, സെല്ലിംഗ് പ്രഷർ തരുന്നു, സെല്ലിംഗ് തരുന്നു, സെല്ലിംഗ് തരുന്നു, സെല്ലിംഗ് തരുന്നു, സെല്ലിംഗ് തരുന്നു. ഇവിടുന്ന് വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വരുന്നു, വീണ്ടും എന്നാൽ ഒരു സെല്ലിംഗ് ക്യാൻഡിലായിട്ട് ഫോർമേഷൻ ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിലെ ഫോർമേഷൻസ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊന്നും അല്ലാതെ പല തവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻസ് ഇത് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഞാൻ ബൈ ട്രേഡ് പരിഗണിക്കും, ഈ ഒരു ലെവലിലാണ് ഞാൻ സെൽ ട്രേഡും പരിഗണിക്കുക. അതിന് പ്രകാരം ഞാൻ അവിടെ ഈ ഒരു ക്യാൻഡിൽ ലോയിൽ ഞാൻ എൻട്രി എടുത്തിട്ട് ഇവിടെയാണ് ഞാൻ എസ് എൽ വെച്ചത്. ഓക്കെ, എസ് എൽ വെച്ചിട്ട് ആ ഒരു റേഞ്ചിൻ്റെ മേലെ തന്നെ എസ് എൽ വെച്ചിട്ട് ഞാൻ ടാർഗറ്റ് വെച്ചത്. പ്രീവിയസ്ലി മാർക്കറ്റ് ഒരു റിയാക്ഷൻസ് നടത്തിയ ഒരു ലെവലുണ്ട്, ഈ ഒരു ലെവലാണ് ഞാൻ ടാർഗറ്റും വെച്ചത്. ഈ ഒരു ലെവലാണ് ടാർഗറ്റും വെച്ചത്. ടാർഗറ്റ് അടിച്ചു, സ്റ്റോപ്പ് ലോസിന് പകരം നേരെ പോയി ടാർഗറ്റ് അടിച്ചു. ചിലർക്ക് അവിടെ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അവിടെ അഗ്രസീവായിട്ട് എൻട്രി പോയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എസ് എൽ വന്നത്. കാരണം മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പല ആൾക്കാരും ബൈ പോകുന്നത്. ഒരു ലെവൽ കണ്ടു അല്ലെങ്കിൽ ഒരു ലെവൽ അപ്ഡേഷൻ കിട്ടിയ ബ്ലൈൻഡ്ലി ട്രേഡ് പോകും. അങ്ങനെ ട്രേഡ് പോകരുത്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നു, ഇവിടെയാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്. എല്ലാ ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യത്തില്ല. റെസ്പെക്റ്റ് ചെയ്യുന്ന ചില ലെവലുകളുണ്ട്. ആ ലെവലുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നമുക്ക് ട്രേഡ് പോകാനുള്ള ലോജിക്കും കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വേണം ട്രേഡ് പോകാനായിട്ട്.